മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 2 വനിതകൾ നേർക്കുനേർ പോരാടുന്ന ഒരേ ഒരു മണ്ഡലമാണ് ബാരാമതി. ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്രയുമാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ. നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും അജിത്തിനും ശരത് പവാറിനും നിർണായകമായ ശക്തി പരീക്ഷണമാണ് ബാരാമതിയിൽ നടക്കുന്നത്. പോരാട്ടത്തെ വ്യക്തിപരമായി കാണേണ്ടതില്ലെന്നും ആശയങ്ങൾ തമ്മിലുള്ള മത്സരമായി മാത്രം കണ്ടാൽ മതിയെന്നും സുപ്രിയ സുലെ ഇന്നലെ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ പിളർന്നുപോയ പവാർ കുടുംബത്തിലെ 2 പേർ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇത്തവണ ബാരാമതിയിൽ. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ, അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ. NCP എന്ന പാർട്ടിയുടെയും പവാർ കുടുംബത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന കടുത്ത പോരാട്ടമാണ് ബാരാമതിയിൽ ഇത്തവണ നടക്കുന്നത്. യഥാർത്ഥ NCP ഏതെന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനൊപ്പമാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ ശരത് പവാറിന് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. സുപ്രിയ ജയിച്ചാൽ നേതാക്കൾ അജിത്തിനൊപ്പമെങ്കിലും അണികളും വോട്ടർമാരും തനിക്കൊപ്പമെന്ന് ശരത് പവാറിന് തെളിയിക്കാനാകും. ഭാര്യ സുനേത്രയെ മത്സരരംഗത്തിറക്കുന്ന അജിത് പവാർ കണ്ണുവെക്കുന്ന ചില കണക്കുകളുണ്ട്. ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 BJPയുടെ കോട്ടയാണ്. അജിത് പവാറിനുമുണ്ട് 2 മണ്ഡലങ്ങളിൽ വലിയ കരുത്ത്. 1.5 ലക്ഷത്തിലധികം വോട്ടിന് കഴിഞ്ഞ തവണ വിജയിച്ച സുപ്രിയ സുലെയെ ഇത്തവണ മലർത്തിയടിക്കാമെന്ന് അജിത്ത് മോഹിക്കുന്നുണ്ടെങ്കിൽ ആ മോഹത്തിന് ആധാരം ഈ കണക്കുകളാവും. പിളർപ്പിന് ശേഷം സുപ്രിയ സുലെയും അജിത് പവാറും കടുത്ത അകൽച്ചയിലാണ്. 100-ലേറെ പേർ വരുന്ന പവാർ കുടുംബം ഒന്നടങ്കം സുപ്രിയയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് ബാരാമതിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അജിത് പവാറും ഭാര്യയും മക്കളും എന്നതാണ് പവാർ കുടുംബത്തിനകത്തെ മറ്റൊരു ശക്തി കേന്ദ്രം. 1964 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ പതിയെ ശരത് പവാറിൻ്റെ ശക്തമായൊരു കോട്ടയായി ബാരാമതി മാറി. അതുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം ബാരാമതിക്കാർ അനുഭവിക്കുന്നത്. ബാരാമതിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.